മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമെന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തുവരുന്നത്. 2018 പ്രളയം മനുഷ്യനിർമ്മിതം ആരോപണവുമായി മാത്യു കുഴൽനാടൻ മന്ത്രിയുടെ സംഭാഷണം പുറത്തുവിട്ടു. പ്രകടന പത്രികയിലെ വിവാദം മുഖ്യമന്ത്രിക്ക് തോമസ് ഐസക് കൊടുത്ത പണിയെന്ന് പ്രതിപക്ഷം പറയുകയാണ്. മുഖ്യമന്ത്രിക്ക് ആ വഴിക്കും ചോദ്യങ്ങളുണ്ട്. വോട്ട് ചെയ്യുന്നത് തടയുമെന്ന ഭീഷണി, അമ്പലപ്പുഴയിൽ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന് CPM വിട്ട G സുധാകരൻ ഹൈക്കോടതിയിൽ. ഡാഷ്മോനെ രേവന്ത മറുപടി വരുന്നുണ്ട്. തെലങ്കാന മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിവാദ പരാമർശം പിണറായി വിജയൻ അടിമുടിപ്പെട്ടിരിക്കുകയാണ്. വൈക്കത്ത് CP ഓഫീസിന് മുന്നിൽ കർഷകൻ ജീവനൊടുക്കി, നേതാക്കൾക്കെതിരെ വീഡിയോ, ആ വഴിക്കും ഇടതുമുന്നണിക്ക് ചോദ്യങ്ങൾ. CPM നേതാക്കൾ വഞ്ചിക്കുന്നുവെന്നും LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ കർഷകൻ ജീവനൊടുക്കിയതും ചോദ്യമായി മാറും ഇടതുമുന്നണിക്ക്. CPMന്റെ കൊടിയിൽ ഇന്നും ഒരു വിദേശി, ഞങ്ങളുടേതിൽ ഭാരതത്തിന്റെ വീരപുത്രനെന്ന് പരിഹസിച്ച രാജീവ് ചന്ദ്രശേഖർ. ആസ്തി വിവരങ്ങളിൽ തിരുമറി, G സുധാകരനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി DYFI, CPMനെ പൂട്ടി G സുധാകരൻ. BJPക്ക് വേണ്ടി പോരാടുന്ന 2 യുവ തുർക്കികൾ ഫലപ്രഖ്യാപന ദിവസം അമ്പരപ്പിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. BJPക്ക് വേണ്ടി മത്സരിക്കുന്നതിൽ ഒരാൾ, കോഴിക്കോട് സൗത്തിൽ മത്സരിക്കുന്ന T റനീഷും തിരുവല്ലയിൽ മത്സരിക്കുന്ന അനൂപ് ആന്റണിയും. അത്ഭുതങ്ങളായിരിക്കുമോ കേരളം കാണുന്നത്? രാഷ്ട്രീയ നിരീക്ഷകരും ഉറ്റുനോക്കുകയാണ്. ഇതിനിടെ മുല്ലൂർ അമ്പലത്തിലെ ഭദ്രകാളിക്ക് എന്തെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ വ്യാജ പ്രചാരണങ്ങൾക്കുള്ള ശിക്ഷ ഭദ്രകാളി കൊടുക്കുമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. ഏതായാലും CPMനുള്ള ചോദ്യങ്ങൾ, ഇടതുമുന്നണിക്കുള്ള വിമർശനങ്ങൾ അവസാനിക്കുന്നേയില്ല. LDF അല്ലാതെ മറ്റാരെന്ന് പറഞ്ഞുകൊണ്ടിറങ്ങിയ LDF ഇപ്പോൾ പുലിവാല് പിടിച്ച അവസ്ഥയാണെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. വീട്ടിൽ പോയി പറയാൻ മുഖ്യമന്ത്രി ഒരു ചോദ്യം ചോദിക്കാൻ വന്ന വോട്ടറോട് പറഞ്ഞത് കേരളം നന്നായി തന്നെ ചർച്ച ചെയ്തതാണ്. ഇതിനിടയിൽ മുഖ്യമന്ത്രിയുടെ പല പ്രയോഗങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നു. പരനാറി, ചെറ്റ, നികൃഷ്ടജീവി, അങ്ങനെ കുലംകുത്തി, അങ്ങനെ പലതും. ഇപ്പോൾ ഇതാ പുതിയൊരു വാക്കുകൂടി, ഡാഷ്മോനെ എന്ന്. മുഖ്യമന്ത്രി ഒരുപാട് ഭാഷകൾ മലയാളത്തിന് സംഭാവന ചെയ്തിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. അവിടെ കൊണ്ട് തീർന്നില്ല. മുൻപ് പല തിരഞ്ഞെടുപ്പുകളിലും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലാണ് വാക്പോറിലൂടെ കൊമ്പ് കോർത്തതെങ്കിൽ ഇപ്പോൾ അത് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായെന്ന് മാത്രം. ഏതായാലും കൊണ്ടും കൊടുത്തും രണ്ടുപേരും മുന്നോട്ട് പോകുമ്പോൾ ഒരു മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് ചോദിച്ചിട്ടും ഡാഷ്മോനെ എന്ന് വിളിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പൊളിച്ചെടുക്കുകയാണ് സോഷ്യൽ മീഡിയ. ഒരു മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് പറഞ്ഞാൽ രേവന്ത് റെഡ്ഡി എന്ന മുഖ്യമന്ത്രിയെ, തെലങ്കാന മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ ഇറങ്ങിയ പിണറായി വിജയൻ ഇപ്പോൾ 8ന്റെ പണി ഇരന്ന് വാങ്ങിയിരിക്കുകയാണ്. ഡാഷ്മോനെ രേവന്ത എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനെ എടുത്തിട്ട് അലക്കുകയാണ് സോഷ്യൽ മീഡിയ. ഏതായാലും മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശം CPMന്, ഇടതുമുന്നണിക്ക് തിരിഞ്ഞുകൊത്തുന്നതാകുമോ എന്നാണ് പുതിയ ചർച്ചകൾ. അതേസമയം ബൈ പിണറായി, മുഖ്യമന്ത്രിക്കെതിരെ വീണ്ടും രേവന്ത് റെഡ്ഡി. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിലുള്ള വാക്പോര് മുറുകുന്നു. മാവേലിക്കരയിലെ UDF സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടന്ന റോഡ് ഷോയ്ക്കിടെ പിണറായി വിജയനെതിരെ രൂക്ഷമായ പരിഹാസവുമായാണ് രേവന്ത് റെഡ്ഡി വീണ്ടും രംഗത്തെത്തിയത്. ബൈ പിണറായി എന്ന മുദ്രാവാക്യം പ്രവർത്തകരെ കൊണ്ട് വിളിപ്പിച്ച അദ്ദേഹം വലിയ പരിഹാസമാണ് പിണറായി വിജയന് നേരെ തൊടുത്തുവിട്ടത്. LDF സർക്കാർ ഈ തെരഞ്ഞെടുപ്പോടെ അവസാനിക്കുമെന്നും UDF അധികാരത്തിൽ വരുമെന്നാണ് രേവന്ത് റെഡ്ഡി മുദ്രാവാക്യത്തിലൂടെ അർത്ഥമാക്കുന്നത്. മുഖ്യമന്ത്രിമാർ തമ്മിലുള്ള ഈ പോരിന്റെ തുടക്കം ഒരു ഔദ്യോഗിക കത്തിലെ പരാമർശങ്ങളെ തുടർന്നായിരുന്നു. മറ്റൊരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ സിനിമയിലെ പ്രശസ്തമായ ഡയലോഗ് കടമെടുത്തുകൊണ്ട് "നീ പോ മോനെ വിജയ" എന്ന് രേവന്ത് റെഡ്ഡി എഴുതിയിരുന്നു. ഒരു മുഖ്യമന്ത്രി മറ്റൊരു മുഖ്യമന്ത്രിക്ക് അയക്കുന്ന കത്തിൽ പാലിക്കേണ്ട ഔദ്യോഗിക മര്യാദകൾ ലംഘിക്കപ്പെട്ടതായി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ഇത്തരത്തിലുള്ള ഇടപെടൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് ചേർന്നതാണോ എന്ന് അദ്ദേഹം സ്വയം ചിന്തിക്കട്ടെ എന്നും പിണറായി വിജയൻ കണ്ണൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ തുറന്നടിച്ചു. അതേസമയം രേവന്ത് റെഡ്ഡിയുടെ പ്രകോപനപരമായ പരാമർശങ്ങൾക്ക് അതേ ഭാഷയിൽ തന്നെ പിണറായി വിജയന് മറുപടി നൽകിയെന്നുള്ളതാണ് സോഷ്യൽ മീഡിയയുടെ പുതിയ ചർച്ചകൾക്ക് ആധാരം. ഡാഷ്മോനെ രേവന്തെ മറുപടി വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി തിരിച്ചടിച്ചത്. മലയാള ഭാഷയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ ആളാണ് പിണറായി വിജയനെന്നും രേവന്ത് റെഡ്ഡിക്കെതിരായ മുഖ്യമന്ത്രിയുടെ ഡാഷ്മോൻ പരാമർശത്തിൽ പ്രതികരണവുമായി VD സതീശൻ. മുഖ്യമന്ത്രിക്ക് സമനില തെറ്റിയിരിക്കുകയാണെന്നും മലയാള ഭാഷയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയ ആളാണ് പിണറായി വിജയനെന്നും VD സതീശൻ പറഞ്ഞു. അല്പം കൂടി കഴിഞ്ഞെങ്കിൽ പിണറായി ഡാഷ് പൂരിപ്പിച്ചേനെയെന്നും ദൈവമേ അങ്ങനെയായിരുന്നുവെങ്കിൽ കേരളത്തിന് അത് എത്രത്തോളം അപമാനം ഉണ്ടാക്കിയേനെന്നും VD സതീശൻ ചോദിച്ചു.
മുഖ്യമന്ത്രിയുടെ സമനില തെറ്റിയതിന് തെളിവെന്നും സതീശൻ പറഞ്ഞു. ഏതായാലും മുൻപ് പരനാറി അമ്പലപ്പുഴയിൽ ജി സുധാകരനെതിരെ ചേറ്റപ്രയോഗം, ഇതിനിടയിൽ പല പ്രയോഗങ്ങളും മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്, പിണറായി വിജയനെതിരെ ചോദ്യവുമായി പ്രതിപക്ഷം പലപ്പോഴും രംഗത്ത് വന്നതുമൊക്കെ കേരളം കണ്ടതാണ്. ഇപ്പോൾ ഇതാ പുതിയ പരാമർശങ്ങൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊക്കെ ഏതൊക്കെ രീതിയിൽ പ്രതിഫലിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.